ചില കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് സംസാരിക്കുമ്പോഴൊക്കെ സിനിമയിൽ നിലപാടുകൾ അറിയിക്കുമ്പോൾ അവരിന്ന് സിനിമയിൽ നിന്ന് അവസരങ്ങൾ കിട്ടാതെ പോകുന്നു, അല്ലെങ്കിൽ സിനിമയിൽ ഉൾപ്പെടുത്തുന്നില്ല, പലരും ഒഴിവാക്കുന്നു. അത് സത്യമായിട്ട് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതിന് ഞാൻ ഒരു ഒരു വ്യക്തിമാണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നുണ്ട്. എന്നെ പുറത്താക്കിയതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അത് ഇല്ലയെന്ന് എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാതാകില്ലല്ലോ, ഉണ്ട്, സത്യമാണത്. അങ്ങനെ എത്ര സിനിമകളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഒരു? അത് ഈ പറഞ്ഞ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആ ജഡ്ജ്മെൻറ്റ് വായിച്ചാൽ തന്നെ ഒരു എണ്ണം തെളിവായിട്ട് കിട്ടും. അത് നിങ്ങൾക്കറിയാം, പണ്ടൊരിക്കൽ ശ്രീ സിദ്ദിഖ് മറ്റേ KPSC ലളിതയും കൂടെ ഒരു ഇൻ്റർവ്യൂ നടത്തിയ ഓർമ്മയില്ലേ, ഒരു പ്രസ് മീറ്റ് നടത്തിയ ഓർമ്മയില്ലേ? ആ മീറ്റിൽ പറയുകയും ചെയ്തല്ലോ, ഇങ്ങനെ ആരെങ്കിലും രേഖാമൂലം തെളിവ് തരികയാണെങ്കിൽ നമ്മളതിന് നടപടിയെടുക്കുമെന്ന്. ഞാനപ്പോൾ തന്നെ എഴുതി കൊടുത്തായിരുന്നു. കാര്യം ഇത് കോടതിയാണ് പറഞ്ഞിരിക്കുന്നത് ഷമ്മി തിലകൻ്റെ ഒരു പടം കട്ട് ചെയ്യുന്നത്, പിന്നെ എൻ്റെ പടം. അതുവേണ്ടിയാണ് എന്നെ അതിനകത്ത് പുറത്താക്കിയത്. ഞാൻ നിങ്ങളുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ വെച്ചൊരു ഓർമ്മയില്ലേ, ഞാൻ പറഞ്ഞില്ലേ, മുകേഷും ഇന്നസെൻറ്റും കൂടെ എനിക്ക് എൻ്റെ എന്നത് അത് തന്നെയല്ലേ തെളിവല്ലേ? അത് നല്ല തെളിവായിട്ട് പറയാനായിട്ടത് എനിക്കുണ്ടല്ലോ. മറ്റതൊക്കെ ഞാൻ പറഞ്ഞ് ആരോപിക്കുന്നതായിട്ട് വെക്കാം. ഇത് ആരോപണമല്ല, തെളിവാണ്. വേറെ അച്ഛന് പോലും അങ്ങനെ ഒരു പടം തെളിവായിട്ട് കൊടുക്കാനുണ്ടാവില്ല, എനിക്കുണ്ട്. ശരിയല്ലേ? ഒരു കോടതി ജഡ്ജ്മെൻറ്റിൽ തന്നെ പറഞ്ഞിരിക്കുന്നു ഷമ്മി തിലകൻ്റെ ഇന്ന പടം കട്ട് ചെയ്തു എന്ന്. അച്ഛൻ ഒരുപാട് വേദന അനുഭവിച്ചു. അതിനിപ്പോൾ ചോദിച്ചറിയാനായിട്ട് പുള്ളി ജീവിച്ചിരിപ്പില്ല. എനിക്കറിയാവുന്നത് വെച്ചാണെങ്കിൽ അച്ഛൻ അനുഭവിച്ചുള്ള വേദനയ്ക്ക് പുള്ളി ആരെയൊക്കെ കൊണ്ടേ പോകും എന്നുള്ളത് തന്നെ ഇവിടെ ഉണ്ട്. അപ്പോൾ പിന്നെ പുള്ളി ഇവിടെ നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം, അച്ഛോ ശരിയാണോ ഈ കേൾക്കുന്നത് എന്ന് എനിക്ക് പറയാം. ഈ പവർ ഗ്രൂപ്പ് ആൾക്കാർ തന്നെയാണ് അച്ഛനെ ചോദിച്ചത്. അതൊക്കെ നല്ല ഒന്നാന്തരമായിട്ട് സുകുമാരഴിക്കോടും മറ്റൊരു മറിച്ചവരൊക്കെ പറഞ്ഞത് ബൈറ്റ് ഇവിടെ കിടപ്പില്ലേ. ഇനി ഞാനതിനകത്ത് പറഞ്ഞു എന്താണ് തുലവും തുച്ഛനായ ഞാനെന്തിനാ അതിനെക്കുറിച്ച് പറയണം? അതൊരു അച്ഛനോട് ഇഷ്ടമുള്ള ഒരു മകൻ്റെ രോദനമായിട്ടൊക്കെ അല്ലേ പലരും അതിനെ വിലയിരുത്തുള്ളൂ. എനിക്ക് സത്യം പറഞ്ഞാൽ നിങ്ങളെയൊക്കെ മുമ്പിൽ അച്ഛൻ്റെ ഉള്ള നിങ്ങളുടെയൊക്കെ ഇഷ്ടത്തിന് മുമ്പിൽ ഞാനൊക്കെ ഒന്നും അല്ല എന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ. കാര്യം ജനങ്ങൾ അങ്ങനെയാണ് പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാനത് കാണുമ്പോൾ തന്നെ എൻ്റെ പലയിടത്തും കണ്ണ് നിറയാണ്. ഇവർ ആളുകൾക്ക് എന്താണ് ഇത്രയും ഇഷ്ടം അങ്ങേരെടുത്ത് എന്നുള്ള തോന്നൽ വരികയാണ്. അപ്പോൾ പിന്നെ അവിടെ എനിക്കെന്താ പറയാനുള്ളത്? എനിക്കവിടെ പറയാൻ ഒരു റൈറ്റും ഇല്ല. കാര്യം തിലകൻ എന്ന് പറയുന്നത് ഒരു പബ്ലിക് പ്രോപ്പർട്ടിയാണ്. എനിക്കോ? എനിക്കറിയില്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ അറിയാത്തൊരു കാര്യം ഞാൻ എങ്ങനെ പറയും? അറിയുന്ന കാര്യം എനിക്ക് പറയാം. അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, മറ്റേ അതിനകത്ത് പറയുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് പറയുന്നു ആരാണ് ആത്മയുടെ പ്രസിഡന്റ്, അതറിയാം. അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും. അറിയാത്തൊരു കാര്യം ഞാൻ എങ്ങനെയാണ് പറയുക? ശരിയായ ഒരു ട്രാക്കിലേക്ക് ഇത് വരുമെന്ന് പ്രതീക്ഷയുണ്ടോ? ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥാ വ്യതിയാനങ്ങളും കാര്യങ്ങളും ഒക്കെ മനസ്സിലാകുമ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത അങ്ങനെ ഒരു ചിന്ത അനാവശ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ല, എന്നോടൊന്നും ഷെയർ ചെയ്തിട്ടില്ല. പക്ഷേ ഞാനത് മറ്റു വഴിയിലൂടെ ഇങ്ങനെ ഒരു അവിടെ ഒരു ഇതുണ്ടായിട്ടുണ്ട്, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഇങ്ങനെ ഒരു ന്യൂസ് കിട്ടി. പക്ഷെ അതിലും ആരാണ് എന്താണെന്നുള്ള ഒരു വിവരമൊന്നും എനിക്ക് കിട്ടിയിരുന്നില്ല. അവളെൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാനത് ഈ പറഞ്ഞ പോലെ രേഖാമൂലം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അപ്പോൾ ഈ വിഷയം അങ്ങനെയായിട്ടല്ല, തിലകൻ്റെ കുടുംബത്ത് കയറി കളിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് കോൺക്രീറ്റും കൂടി ഇട്ടാൽ കൊള്ളാം, അത്രേ പറയാനുള്ളൂ. എന്തൊരു ചോദ്യമാണ് സാർ അത്? ഒരു കോൺക്ലേവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഇരയും വേട്ടക്കാരും കൂടെ ഒരുമിച്ചിരുന്നിട്ടുള്ളതാണോ കോൺക്ലേവ് എന്ന് പറയുന്നത്? അത് ശരിയാണോ അതങ്ങനെ ചോദിക്കുന്നത്? അതെന്ത് ന്യായമാണ് അതങ്ങനെ ഒരു കോൺക്ലേവ് എന്ന് പറയുന്നത്? അതാ ഞാൻ പറഞ്ഞു, കോൺക്രീറ്റും കൂട്ടി അങ്ങോട്ട് അടിച്ചങ്ങോട്ട് ഇരുത്ത്, അതോടെ തീരും എല്ലാം. ദാറ്റ്സ് ദ പോയിന്റ് സാർ. അതാണ് വിഷയം സാർ, അതാണ് മനസ്സിലാക്കേണ്ടത്. കാര്യം വിവരാവകാശ നിയമം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ ഇന്ന് നിലവിലുള്ള എല്ലാ നിയമങ്ങൾക്കും മേലെയുള്ള നിയമമാണ്. അപ്പോൾ അതുപ്രകാരം കമ്മീഷണർ, വിവരാവകാശ കമ്മീഷണർ, കാര്യം നമ്മളൊന്ന് മനസ്സിലാക്കണം ആ പ്രോസസ്സ് എന്തുമാത്രം പ്രോസസ്സാണ്. ഒരു വിവരാവകാശ അപേക്ഷ സാംസ്കാരിക വകുപ്പിന് കൊടുത്തു കഴിഞ്ഞാൽ അതിനെതിരെ രേഖകൾ കിട്ടിയില്ലെങ്കിൽ ഒരു ഒന്നാം അപ്പീൽ കൊടുക്കാം. ആ ഒന്നാം അപ്പീലും കഴിഞ്ഞിട്ട് രണ്ടാം അപ്പീൽ കൊടുക്കാം. ഈ രണ്ടാം അപ്പീലാണ് കമ്മീഷണറുടെ കയ്യിലെത്തുന്നത്.
കമ്മീഷണർ അതിനുശേഷം ആ ഡോക്യുമെൻ്റ് എടുത്ത് നോക്കി അതിനുശേഷം ഇത്ര കൊടുക്കരുത് എന്ന് പറഞ്ഞതിനപ്പുറം ഒരു വെട്ടിക്കുറയ്ക്കലുണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ ഹൈക്കോടതി അവരെ ചുമ്മാ വിടില്ല. ഹൈക്കോടതി അവിടെ ഇരിക്കുന്നത് ചുമ്മാതല്ല, ഇതൊക്കെ നോക്കാൻ തന്നെയാണ്. അതിപ്പോൾ എന്തായാലും അവിടെ വന്നിട്ടുണ്ടല്ലോ. ആ അല്ലല്ലല്ല, സുപ്രീം കോടതിയല്ല, മറ്റേ കോമ്പറ്റീഷൻ കമ്മീഷൻ. പക്ഷേ സുപ്രീം കോടതി അംഗീകരിച്ചതാണ്, അതുകൊണ്ടത് സുപ്രീം കോടതിയുടെ വിധിക്ക് തുല്യമാണ്. അങ്ങനെയാണല്ലോ അല്ലേ? അതിനകത്തെ കണ്ടൻറ്റ് ഈ ചില കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്നല്ല, അച്ഛൻ്റെ വിഷയം, പിന്നെ ഈ ഒതുക്കൽ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഈ സ്ത്രീ വിഷയങ്ങൾ അല്ലെങ്കിൽ അതൊന്നും ഇതിനകത്ത് പ്രതിപാദിച്ചിട്ടില്ല. നിങ്ങളത് ഇതുവരെ കണ്ടില്ലേ? അതിതുവരെ കണ്ടില്ലേ? അയ്യോ, അത് കാണണം. അത് നിങ്ങളത് വായിച്ചിട്ട് നിങ്ങൾ ആരെങ്കിലും ഇൻ്റർവ്യൂ ചെയ്യാൻ പോയാൽ വേറെ ലെവലിലായിരിക്കും നിങ്ങളുടെ ഇൻ്റർവ്യൂ. അതുള്ള കാര്യം ഞാൻ പറയാം. സംഘടന വിളിക്കാൻ സാധ്യതയില്ല. അതാണ്. പിന്നെ എൻ്റെ പേര് മറ്റേ അച്ഛൻ്റെ പേര് ഇന്ന് കട്ട് ചെയ്യുന്ന പറഞ്ഞാൽ എൻ്റെ കട്ട് ചെയ്ത കാര്യമാണ്. എനിക്കങ്ങനെ ഒരു ഇതും വരാറില്ല. ആയിക്കോട്ടെ, നല്ല കാര്യം. ഇടയ്ക്ക് എൻ്റെ കൈയൊന്ന് തളർന്നു പോയായിരുന്നു. അതെങ്ങനെയാണെന്നുള്ളത് കൂടെ ഒന്ന് പറഞ്ഞാൽ. ശത്രുതയില്ലെങ്കിൽ ഈ കൈ എങ്ങനെ തളരും? ഞാൻ പിന്നെ ഒരു 3 മാസം കഷ്ടപ്പെട്ടാണ് തിരിച്ചു പിടിച്ചത്. ഇടത്തെ കൈ എൻ്റെ ഒരാരോഗ്യം ഇതാണ്, ഈ കൈയാണ്. ഈ കൈയില്ലെങ്കിൽ ഷമ്മിയില്ല, ഇടത്തെ കൈയില്ലെങ്കിൽ. സോറി, അതൊന്ന് തളർന്നു പോയി. അത് ആരാണ് അതിനു വേണ്ടി പിന്നിൽ പ്രവർത്തിച്ചതെന്നും കൂടെ ഒന്ന് പറയാൻ പറ. അതിലെ മെയിൻ വില്ലനിൽ ഒരാളാണ് ഞാൻ. എൻ്റെ കാര്യത്തിലാണെങ്കിലില്ല. ചോദ്യം എന്നോടാണല്ലോ. അവരുടെ കാര്യം എനിക്കറിയില്ലല്ലോ. എൻ്റെ കാര്യത്തിലില്ല. ഞാൻ പറയുകയാണെങ്കിൽ അങ്ങനെ സാധ്യത ഉണ്ടോ എന്ന് ചോദിക്കാതെ അങ്ങനെ ആയിക്കൂടെ എന്ന് ചോദിച്ചാൽ എത്ര മനോഹരമായ ഒരിക്കലും നടക്കാത്ത സ്വപ്നം എന്നേ പറയാൻ പറ്റുള്ളൂ. അല്ല, ഞാനത് ഫേസ്ബുക്കിൽ ഇതിനു മുമ്പ് മറുപടി പറഞ്ഞിട്ടുണ്ട്. അല്ല, ഞാനും അത് തന്നെ ചോദിക്കുന്നത് ഈ അമ്മ സംഘടനയിൽ ചിലപ്പം ഇപ്പോൾ ഒരു ശത്രുത ഉണ്ടാവാം ചിലർക്ക്. പക്ഷെ അതൊക്കെ മാറി നമ്മളെല്ലാം ഒരുമിച്ച് പോകണമെന്നും പറഞ്ഞ് ആരെങ്കിലും ഒരു കോൾ വന്നു കഴിഞ്ഞാൽ അതിനോട് സഹകരിക്കുമോ സംഘടന? അതാര് അങ്ങനെ ഒരു കോള് വരും, ആരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നുള്ളതാണ് അവിടെ വിഷയം. ഔദ്യോഗിക ഭാരവാഹികളെന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് വിഷയമുണ്ട്. അത് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. അതാ ഞാൻ പറഞ്ഞത്, അത് എൻ്റെ വിഷയമാണ്, അത് എൻ്റെ പേഴ്സണൽ വിഷയമാണ്. ഞാനും സംഘടനയുമായിട്ടുള്ള എൻ്റെ പേഴ്സണൽ മാറ്റർ ഞാൻ ഇതുവരെ എങ്ങും വെളിയിൽ പറഞ്ഞില്ല. എൻ്റെ അച്ഛൻ്റെ വിഷയം മാത്രമേ ഞാൻ വെളിയിൽ പറഞ്ഞിട്ടുള്ളൂ. കാര്യം അത് നിയമപരമായിട്ടൊരു കോടതി തന്നെ തീരുമാനിച്ചിരിക്കുന്നു. തിലകനോട് കാണിച്ചത് അനീതിയാണ്. മറ്റേതൊക്കെ നമുക്ക് ആരോപണങ്ങളാണ്. എൻ്റെ അടക്കം ഞാൻ ആരോപണങ്ങൾ ഞാൻ അതിനൊരു തീരുമാനമാകാതെ ഞാനത് പബ്ലിക്കായിട്ട് പറയുന്നത് ഒരു നിയമബോധമുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ ചെയ്യുന്നത് തെറ്റാണ് എന്നുള്ളത് കൊണ്ടാണ്. അല്ലാതെ എനിക്ക് പറയാൻ അറിയാൻ പാടില്ല എന്നിട്ടൊന്നുമല്ല. നന്നായിട്ട് പറയാൻ അറിയാം.